തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഹോസ്റ്റലിൽ കയറി പീഡിപ്പിച്ച പ്രതിയെ യുവതി തിരിച്ചറിഞ്ഞു. പ്രതി ബെഞ്ചമിനെ ആറ്റിങ്ങൽ കോടതിയിൽ ഹാജരാക്കി. മധുരയിൽ നിന്നും ഇയാൾ എത്തിയത് മോഷണത്തിനാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നതിന് മുൻപ് പ്രതി തൊട്ടടുത്തുള്ള 2 വീടുകളിൽ കയറിയതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. CCTVയിൽ വരാതിരിക്കാൻ ഒരു വീട്ടിൽ നിന്ന് കുടയെടുത്ത് മുഖം മറച്ചായിരുന്നു ഹോസ്റ്റലിൽ കയറിയത്. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി ചേരുന്നു. സാരംഗ്, എന്തായാലും പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു. ഇനി തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കും? സാരംഗ്, കേൾക്കാമോ? തീർച്ചയായും ഇന്ന് വെള്ളിയാഴ്ചയായിരുന്നു ഇത്തരത്തിലൊരു വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു ഈ കഴക്കൂട്ടത്ത് ഇത്തരത്തിലൊരു ദാരുണമായൊരു സംഭവം നടന്നത്. ഇപ്പോൾ പ്രതിയെ ആറ്റിങ്ങൽ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം റിമാൻഡ് ചെയ്തു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തുടർന്ന് നാളെ വീണ്ടും കഴക്കൂട്ടം പോലീസ് അപേക്ഷ നൽകി പ്രതിയെ ഇവിടെ നിന്നും മറ്റൊരു സ്ഥലത്ത്, അതായത് ഈയൊരു തെളിവെടുപ്പ്, ഈ സംഭവം നടന്ന ഭാഗങ്ങളിലും മറ്റും ഈ സമീപത്തുള്ള വീടുകളിലടക്കം ഇത്തരത്തിലുള്ള പരിശോധന നടത്തും, തെളിവെടുപ്പ് അടക്കം നടത്തും. ഇപ്പോൾ പ്രതിയെ ഈ യുവതി തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇത്തരത്തിൽ ഈ ഒരു ബെഞ്ചമിൻ എന്ന പ്രതി തമിഴ്നാട്ടിൽ നിരവധി കേസുകളിൽ പ്രതിയാണ്. മാത്രമല്ല ഇത്തരത്തിൽ തെരുവുകളിൽ കിടന്നുറങ്ങുന്ന യുവതികളെ ഉപദ്രവിക്കുന്നത് ഇയാളുടെ ഒരു സ്ഥിരം ഒരു ക്രിമിനൽ സ്വഭാവമാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം. മാത്രമല്ല ഇയാളൊരു മോഷണ ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ ഹോസ്റ്റലിൽ കയറിയതും. തുടർന്ന് ഈ യുവതിയെ കണ്ടപ്പോൾ അത്തരത്തിൽ ആക്രമിക്കുകയായിരുന്നു, പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. തുടർന്ന് യുവതി ബഹളം വെച്ചതിന് ശേഷമായിരുന്നു ഇയാൾ ഇവിടുന്ന് രക്ഷപ്പെട്ടത്. ചുരുങ്ങിയ സമയം കൊണ്ട് അയാൾ തമിഴ്നാട്ടിലെത്തുകയും അവിടെ മധുരയിൽ ഒളിവിൽ കഴിയുന്നതിനിടയിലായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം ഇയാളെ പിടികൂടിയത്. തുടർന്ന് ഇവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഇയാളെ തുടർന്ന് പോലീസ് സംഘം പിന്തുടർന്നെത്തി സാഹസികമായി പിടികൂടുകയായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ പോലീസ് സംഘം പിടികൂടുകയും തുടർന്ന് ഇപ്പോൾ കഴക്കൂട്ടത്തെത്തിക്കുകയും തുടർന്ന് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ശരി, സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്.